ആൻസ് അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ പോലെ തന്നെ കേട്ടിട്ട് പരീക്ഷയ്ക്ക് അതുപോലെ LP, UP, PSC പരീക്ഷകൾക്ക്, HSA പരീക്ഷകൾക്കൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് വരുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ വരാനിരിക്കുന്ന LP, UP പരീക്ഷകൾക്കും HSA പരീക്ഷയ്ക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ചില ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് നോക്കാം, പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. നമുക്കറിയാം, പഴശ്ശിരാജ ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ കോട്ടയം മലബാർ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള കലാപങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി പോരാടി. കേരള സിംഹം എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. നമുക്കറിയാം, കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരൻ, അതായത് രാജാവിൻ്റെ മകനായിരുന്നില്ല, എന്നിരുന്നാലും അദ്ദേഹം ഒരു രാജകുമാരനായിട്ട് രാജകുടുംബത്തിലെ ഒരു അംഗമായിരുന്നു പഴശ്ശിരാജ. അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു കോട്ടയം രാജ്യത്തിൻ്റെ രാജാവായിരുന്നത്. ഓക്കെ, അപ്പം കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. അതുപോലെ 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി പോരാടി എന്ന് പറയുന്നത്, നമുക്കറിയാം, അദ്ദേഹം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് മൈസൂർ രാജ്യത്തിനെതിരെയും, അതായത് ഹൈദരാലി ടിപ്പു സുൽത്താനെതിരെയും അതുപോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയും അദ്ദേഹം പോരാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കേരള സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, വയനാട്ടിലെ കുറിച്യ നേതാക്കന്മാരുടെ സഹായത്തോടു കൂടി അദ്ദേഹം വനത്തിനുള്ളിൽ ഒളിച്ചിരുന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെയും അതുപോലെ തന്നെ ഹൈദരാലിക്കെതിരെയും ഒക്കെ പോരാടിയിട്ടുള്ളത്. ഈ പോരാട്ടത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് ആദ്യകാലങ്ങളിൽ സാധിച്ചിരുന്നില്ല. പിന്നീട് വലിയ സന്നാഹങ്ങൾ ഒരുക്കിയാണ് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ കീഴ്പ്പെടുത്തുന്നത്. ഓക്കെ, അപ്പം പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാമത്തതാണ് തെറ്റായിട്ടുള്ളത്. അപ്പം രണ്ടാമത്തെ പ്രസ്താവന, അതായത് 17-ാം നൂറ്റാണ്ടിലല്ല 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ പോരാടുന്നതും. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ, അതായത് 1805-ലാണ് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ കീഴ്പ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 ആണ് അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണത്. ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക. നമുക്കറിയാം, താഴെ ഇതൊരു ചേരുംപടി ചേർക്കുക എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ചെമ്പഴന്തി ആശ്രമം, ചാന്നാർ ലഹള എന്നിവയാണ് കേരളത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവവികാസങ്ങളും വ്യക്തികളും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആണ് ഓപ്പോസിറ്റ് കൊടുത്തിരിക്കുന്നത്. KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു. അതിൻ്റെ താഴെ നമുക്ക് നോക്കാം, അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ശരിയായ ഓപ്ഷൻസ് ശരിയായി മാച്ച് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നും. എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം, അതുപോലെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? നമുക്കറിയാം, ഈ സംഭവവികാസങ്ങളെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കേരള നവോത്ഥാന നായകന്മാരെക്കുറിച്ചും കേരളത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളെക്കുറിച്ചും, അതായത് ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം മുതലായ സംഭവവികാസങ്ങളെക്കുറിച്ച്, അതുപോലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ട. നമുക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹം നമുക്കറിയാം കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ നടത്തിയ ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സമര നേതാവായിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. നമുക്കറിയാം, KP കേശവമേനോനും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഒരു നേതാവായിരുന്നു. പക്ഷേ അതിനകത്ത് പ്രധാന പങ്ക് വഹിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് യോജിച്ചു വരുന്നത് മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹം, നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സമരം ആണ് വൈക്കം സത്യാഗ്രഹം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് കണക്കാക്കുന്ന KP കേശവമേനോനാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മന്നത്ത് പത്മനാഭനും അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അടുത്തത് ചെമ്പഴന്തി ആശ്രമമാണ്. നമുക്കറിയാം, ചെമ്പഴന്തി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമായിട്ട് കണക്കാക്കുന്ന സ്ഥലമാണ്. അപ്പം ചെമ്പഴന്തി ആശ്രമം അത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അടുത്തത് ചാന്നാർ ലഹള എന്നത്
അയ്യങ്കാളിയാണ്. നമുക്കറിയാം ചാന്നാർ ലഹള എന്ന് പറയുന്നത് കേരളത്തിലെ ചാന്നാർ സമൂഹത്തിലെ സ്ത്രീകൾ ഉയർന്ന ജാതിക്കാർക്കെതിരെ നടത്തിയ ഒരു സമരമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ നമുക്കറിയാം മാറുമറയ്ക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സമരമാണ് ചാന്നാർ ലഹള എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ, വൈക്കം സത്യാഗ്രഹം, KP കേശവമേനോൻ, ചെമ്പഴന്തി ആശ്രമം, ശ്രീനാരായണ ഗുരു, ചാന്നാർ ലഹള, അയ്യങ്കാളി, ഇതാണ് അതിൻ്റെ ശരിയായ മാച്ചിങ് എന്ന് പറയുന്നത്. അത് ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ഓപ്ഷൻസിൽ രണ്ടാമത്തെ ഓപ്ഷനാണ്. ഫസ്റ്റ് ബി, സെക്കൻഡ് A, തേർഡ് E, ഫോർത്ത് C. അപ്പം രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. നമുക്കറിയാം കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിലെ നവോത്ഥാനത്തിന് പങ്കുവച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, അദ്ദേഹത്തെക്കുറിച്ച് ചില പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. അതുപോലെ ഇസ്ലാം ധർമ്മപരിപാലന സംഘം രൂപീകരിച്ചു. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നോക്കാം. അദ്ദേഹമാണ് സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് പറഞ്ഞപ്പം അതിനകത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു അതിൻ്റെ പത്രാധിപരായിരുന്നത്. അപ്പം സർക്കാർ ഇത് കണ്ടുകെട്ടിയ സമയത്ത് ഇതിൻ്റെ പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇത് തുറക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിന് അച്ചുകൂടമെന്ന് പ്രസ്താവിക്കുക അല്ലെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പം സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവായിട്ട് അറിയപ്പെടുന്നതും അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ ഇസ്ലാം ധർമ്മപരിപാലന സംഘം എന്ന ഒരു സംഘം രൂപീകരിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇതിനകത്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം വക്കം അബ്ദുൽ ഖാദർ മൗലവി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചിട്ടില്ല. അതുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ലായിരുന്നു. അപ്പം അതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷനാണ് അതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയതിനു ശേഷം നമുക്കറിയാം ഒരുപാട് സമരമുറകൾ, അതിനകത്ത് പ്രത്യേകിച്ച് സത്യാഗ്രഹ സമരമാണ് അദ്ദേഹം അവലംബിച്ചിരുന്നത് അല്ലെങ്കിൽ പിന്തുടർന്നു പോന്നിരുന്നത്. അത് അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നു. പക്ഷേ അത് ചൗരി ചൗര ഇൻസിഡന്റിന് ശേഷം അത് പിൻവലിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഈട് കിട്ടുന്നത് ഉപ്പു സത്യാഗ്രഹം, അതായത് ബ്രിട്ടീഷുകാർ ഉപ്പിന് നികുതി ഏർപ്പെടുത്തി. അതുപോലെ തന്നെ ഉപ്പ് നിർമ്മിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ മൊണോപ്പൊളൈസ് ചെയ്തു. അതിനെതിരെ ഒരു സമരം മഹാത്മാഗാന്ധി ആസൂത്രണം ചെയ്യുന്നു. കാരണം ഉപ്പില്ലാതെ നമുക്ക് ഭക്ഷണം നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അപ്പം ഉപ്പ് പാവപ്പെട്ടവനെയും പണക്കാരനെയും എല്ലാ ജാതിക്കാരെയും ഒരുപോലെ ഒന്നിപ്പിക്കുന്ന ഒരു അടയാളമായിട്ട് അദ്ദേഹം എടുക്കുകയും അതിനെതിരെ അപ്പോൾ ഉപ്പ് സോൾട്ട് ലോയ്ക്ക് എതിരെ മാത്രമല്ല, ഉപ്പ് നിയമത്തിനെതിരെ മാത്രമല്ല, മൊത്തത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം അദ്ദേഹം സ്ഥാപിക്കുകയും അതിനെതിരെ അദ്ദേഹം സമരം ചെയ്യുകയും ചെയ്യുന്നു. അതിനാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹം നടത്തിയാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അദ്ദേഹം തുടങ്ങുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏടായിട്ട് കേരളത്തിലും നമുക്കറിയാം ഉപ്പ് സത്യാഗ്രഹം നടക്കുകയുണ്ടായി. അത് നയിച്ചത് ആരാണ്? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേളപ്പൻ നയിച്ചു. അതുപോലെ കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് തുടർച്ചയാണ് പയ്യന്നൂർ നടന്ന ഉപ്പ് സത്യാഗ്രഹം. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ആണ് പങ്കെടുത്തത്. ഇങ്ങനെ 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതിനകത്ത് നമുക്കറിയാം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കേളപ്പൻ തന്നെയാണ്. അപ്പം കേളപ്പൻ നയിച്ചു എന്നത് ശരിയായ ഒരു പ്രസ്താവനയാണ്. അടുത്തത് കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെയായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. നമുക്കറിയാം മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറം വരെ കിലോമീറ്ററുകളോളം നടന്നാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. അതിൻ്റെ അനുസ്മരണമായിട്ടാണ് കേളപ്പനും അദ്ദേഹത്തിൻ്റെ അനുയായികളും കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ നടന്ന് അവിടെ എത്തി 1930 ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നു. അപ്പോൾ 1930 ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് തുടർച്ചയാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് അതിനൊക്കെ ആണ്. അതുപോലെ 1930
ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. വർഷങ്ങളുടെ വ്യത്യാസമുണ്ട് ഈ രണ്ട് സത്യാഗ്രഹങ്ങൾക്ക് തമ്മിൽ. അതുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടർച്ചയാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനുശേഷം കൊടുത്തിരിക്കുന്നത് 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ആണ് പങ്കെടുത്തത്. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളല്ല, ഇതിനകത്ത് ഒരുപാട് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്ന് നടത്തിയ ഒരു സമരമാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവനയാണ്, അതായത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇതിനകത്ത് 1, 2, 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ആണ് ശരിയായിട്ടുള്ളത്. 4ഉം 5ഉം സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ശരിയല്ല. ഓക്കെ, അപ്പം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. നമുക്കറിയാം, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അത് കണ്ടെത്തണമെങ്കിൽ ഓരോ സംഭവവികാസങ്ങളും എപ്പോൾ നടന്നു എന്ന് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെ വർഷങ്ങളിലാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താം. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗരാ സംഭവം, ഉപ്പ് സത്യാഗ്രഹം, ബംഗാൾ ഗസറ്റ്, ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവവികാസങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം ഇതിനകത്ത് ഓരോന്നും ഏതൊക്കെ വർഷം എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത്. ആദ്യത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരു നിയമത്തിനെതിരെ നടന്ന ഒരു സമരം, അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ റൗലറ്റ് ആക്ട് 1919 ഈ സംഭവവികാസം നടക്കുന്നത്. ഏപ്രിൽ 13, 1919 ഈ സംഭവവികാസം നടക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ചെയ്തികൾക്കെതിരെ ഇന്ത്യക്കാർ ശബ്ദമുയർത്താൻ തുടങ്ങിയപ്പോൾ അതിനെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരു നിയമമാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റൗലറ്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ആരാണോ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തുന്നത് അവരെ കോടതിയിൽ ട്രയൽ ഇല്ലാതെ തന്നെ അവരെ ജയിലിൽ അടയ്ക്കാനുള്ള ഒരു അനുവാദം, അതായത് പോലീസിന് അനുവാദം കൊടുക്കുന്ന ഒരു നിയമമാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ നടത്തിയ റൗലറ്റ് സത്യാഗ്രഹയുടെ ഭാഗമായിരുന്നു ജാലിയൻ വാലാബാഗിൽ നടന്ന ഒരു സമ്മേളനം. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് അല്ലെങ്കിൽ സ്റ്റേഡിയത്തിനകത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി ഈ സ്റ്റേഡിയത്തിന്റെ വാതിലുകൾ അടച്ച് അവർക്കെതിരെ ബ്രിട്ടീഷ് മിലിറ്ററി ഫോഴ്സ് ഷൂട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതിനകത്ത് അനേകം ജനങ്ങൾ, നൂറുകണക്കിന് ജനങ്ങൾ മരിക്കുകയും ചെയ്യുന്ന സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഓക്കെ, അത് ജാലിയൻ വാലാബാഗ് മസാക്ര എന്നറിയപ്പെടുന്നത്. അപ്പം 1919 ഏപ്രിൽ 13 ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ചൗരി ചൗര സംഭവമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു പ്രധാനപ്പെട്ട സമരമുറയായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നമുക്കറിയാം പൊതുജനങ്ങളുടെ പങ്കാളിത്തം വളരെ കൂടുതലായിരുന്നു. എല്ലാ മേഖലയിലും പെട്ട, അതായത് ഫാർമേഴ്സും പ്ലാന്റേഷൻ വർക്കേഴ്സ് എല്ലാവരും ഈ സമരത്തെ അനുകൂലിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമുറ എന്ന് പറയുന്നത് നോൺ വയലൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വയലൻസിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഗാന്ധിയുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് 1922 സമരം ചെയ്തിരുന്ന ജനങ്ങൾക്കെതിരെ ബ്രിട്ടീഷ് പട്ടാളം നിറയൊഴിക്കുകയും അതിനെതിരെ ജനങ്ങൾ അക്രമാസക്തമാക്കുകയും ചൗരി ചൗര, അതായത് യുപിയിലെ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സമരാനുകൂലികൾ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഏകദേശം 23 പോലീസുകാർ ആ ആക്രമണത്തിൽ, അതായത് അവർ പോലീസ് സ്റ്റേഷന് തീയിട്ടു. അപ്പം ആ സംഭവത്തിൽ ഏകദേശം 23 പോലീസുകാർ മരിക്കുകയും അതുപോലെ തന്നെ 3 സിവിലിയൻസ് മരിക്കുകയും ചെയ്തു. അങ്ങനെ 26 പേര് ആ സംഭവത്തിൽ മരിക്കുന്നു. ഇതിൽ ദുഃഖിതനായ മഹാത്മാഗാന്ധി ഈ ഒരു സംഭവത്തിന് ശേഷം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അദ്ദേഹം പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. സഹകരണ പ്രസ്ഥാനം സമരം അദ്ദേഹം പിൻവലിക്കുന്നു. ഓക്കെ, അപ്പം 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത്. അടുത്തത് ഉപ്പ് സത്യാഗ്രഹമാണ്. നമ്മൾ ഇതിനു മുമ്പത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തു എന്താണ് ഉപ്പ് സത്യാഗ്രഹം എന്ന്. അത് ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് 1930 ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. 1930 ഏപ്രിൽ 6 മഹാത്മാഗാന്ധി ദണ്ഡി കടപ്പുറത്ത് എത്തുകയും അവിടെ വെച്ച് കടൽ വെള്ളം എടുത്ത് ഉപ്പ് നിർമ്മിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഉപ്പ് നിയമത്തിനെതിരെ നടന്ന ഒരു സമരം, അതാണ് ഉപ്പ് സത്യാഗ്രഹം. മഹാത്മാഗാന്ധി സബർമതിയിൽ നിന്നും 24 ദിവസത്തോളം നടന്ന് ദണ്ഡി കടപ്പുറത്തെത്തുകയും അവിടെ വെച്ച് 1930 ഏപ്രിൽ 6 ഉപ്പ് കുറുക്കി നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പം 1930 ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. അടുത്തത് ബംഗാൾ ഗസറ്റ് ആണ്. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ പത്രം, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റ് ആണ്. 1818 ഇത് സ്ഥാപിതമാകുന്നത്. അതിനു മുമ്പ് തന്നെ 1780 ഒരു ബ്രിട്ടീഷ് നേതാവ് തന്നെ ബംഗാൾ ഗസറ്റ്, അതായത് വിലീസ് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ബംഗാളിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. അത് 1780 അദ്ദേഹം അത് ആരംഭിക്കുന്നത്. ആ ഒരു പത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ആയിരുന്നു വിലീസ്
ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം 1818 ബംഗാളി ഭാഷയിൽ ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ആരംഭിക്കുന്നു. അത് 1818 അത് ഇന്ത്യയിലെ ആദ്യത്തെ നേറ്റീവ് ലാംഗ്വേജിലുള്ള ഒരു പത്രമായിരുന്നു. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഓണേഴ്സ്, അതായത് നേറ്റീവ്സ് ഓണേഴ്സ് ആയിരുന്ന ഒരു പത്രം കൂടിയായിരുന്നു ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത്. 1818 അത് സ്ഥാപിതമാകുന്നത്. ഓക്കെ, അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. നമുക്കറിയാം 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. നമുക്കറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ അവസാന കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി നയിച്ച AICCയുടെ നേതൃത്വത്തിൽ നയിച്ച ഒരു സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ്, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ് മഹാത്മാഗാന്ധി ഈ സമരം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാരെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്നും ഓടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ക്വിറ്റ് ഇന്ത്യ, അതായത് ഇന്ത്യയിൽ നിന്നും പുറത്തു പോകുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ 1942 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതിനകത്ത് ആദ്യത്തെ സംഭവവികാസം അല്ലെങ്കിൽ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റിന്റെ സ്ഥാപനമാണ്. 1818 അതിനുശേഷം നമുക്ക് നോക്കാം 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. പിന്നീട് ചൗരി ചൗര സംഭവമാണ് അടുത്ത സംഭവം നടക്കുന്നത്. പിന്നീട് 1930 ഉപ്പ് സത്യാഗ്രഹമാണ്. പിന്നീടാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അപ്പം ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 4, 1, 2. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ശരിയായ ഉത്തരം ഓപ്ഷൻസിൽ ഡി ആണ് ശരിയായ ഉത്തരം. 4, 1, 2, 3, 5 ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അതായത് ബംഗാൾ ഗസറ്റ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, അതാണ് അതിന്റെ ശരിയായ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് അടുത്ത ചോദ്യം എന്ന്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? അപ്പോൾ താഴെ നമുക്ക് കാണാം പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിന്ദു സമാജം, ബ്രഹ്മ സമാജം, അങ്ങനെ 4 സമാജങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇത് 4 സമാജങ്ങളും നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് ഏതാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നും എന്താണ്. നമുക്കറിയാം പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്ന 1867 ബോംബെയിൽ വെച്ച് 2 സഹോദരങ്ങൾ ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ഒരു സമാജമാണ്. ആത്മാറാം പാണ്ഡുരംഗും ദാദോബാ പാണ്ഡുരംഗ് എന്ന് പറയുന്ന 2 സഹോദരങ്ങളാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചിരിക്കുന്നത്. അതൊരു റിലീജിയസ് സോഷ്യൽ റിഫോം അസോസിയേഷൻ ആയിരുന്നു. അതായത് സാമൂഹിക പരിഷ്കരണം ആയിരുന്നു, അതുപോലെ സാമൂഹിക മത പരിഷ്കരണമായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതൊരു പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു, സാമൂഹിക പരിഷ്കരണം അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത്. അടുത്തത് നമുക്കറിയാം ആര്യ സമാജം. 1875 ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ഒന്നാണ് ആര്യ സമാജം എന്ന് പറയുന്നത്. അതും ഒരു ഹിന്ദു റിഫോം മൂവ്മെന്റ് ആയിട്ടാണ് ആര്യ സമാജം സ്ഥാപിച്ചിരിക്കുന്നത്. 1875 ഏപ്രിൽ 10 ആര്യ സമാജം സ്ഥാപിച്ചത്. ഒരു കാസ്റ്റ്ലെസ്, അതായത് ജാതി രഹിത സമൂഹം സ്ഥാപിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത്. ഹിന്ദു സമാജം എന്ന് പറയുന്നത് 1880 മദൻ മോഹൻ മാളവിയാണ് സ്ഥാപിക്കുന്നത്. ആക്ച്വലി ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത് ഹിന്ദു സമാജമാണ്. കാരണം അത് ഒരു മതപരമായ ഒരു സംഘടനയായിരുന്നു എങ്കിൽ തന്നെ അത് ഒരു റിഫോം മൂവ്മെന്റ് ആയിരുന്നില്ല, മറിച്ച് ഹിന്ദു, അതായത് ഹിന്ദുയിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അതായത് ഹിന്ദു ഐഡിയാസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഹിന്ദു സമാജം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബ്രഹ്മസമാജമാണ്. 1828 രാജാ റാം മോഹൻ റോയ്, ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തന്നെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു രാജാ റാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അദ്ദേഹം സ്ഥാപിച്ചാണ് ഒരു റിലീജിയസ് റിഫോം മൂവ്മെന്റ്, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആണ് ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്കറിയാം പ്രാർത്ഥനാ സമാജവും ആര്യ സമാജവും ബ്രഹ്മ സമാജവും സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ആണ്. അതായത് സാമൂഹിക മത പരിഷ്കരണ സംഘങ്ങളാണ് ഈ 3 അതിനകത്ത് ഹിന്ദു സമാജം മാത്രമാണ് ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള പരിഷ്കരണ സംഘമല്ലാത്തത്. അത് ഹിന്ദുയിസത്തിന്റെ പോപ്പുലാരിറ്റി, ഹിന്ദുയിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു സമാജമാണ് ഹിന്ദു സമാജം എന്നത്. അപ്പോൾ ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത് ഹിന്ദു സമാജമാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തും കൂട്ടത്തിൽ പെടാത്തത് എന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ കൂട്ടത്തിൽ യോജിക്കാത്ത, വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം, ഓറഞ്ച് വിപ്ലവം. ഓക്കെ, നമുക്കറിയാം നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഹരിത വിപ്ലവം എന്താണ് അല്ലെങ്കിൽ ധവള വിപ്ലവം എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് ഗ്രീൻ റെവല്യൂഷനും അതുപോലെ വൈറ്റ് റെവല്യൂഷനും. എന്താണ് നീല വിപ്ലവം അഥവാ ബ്ലൂ റെവല്യൂഷൻ, അതുപോലെ ഓറഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം ഇതിനകത്ത് ഏതാണ് ശരിയായ ഉത്തരം. അതിനകത്ത് നമുക്കറിയാം നീല വിപ്ലവം എന്ന് പറയുന്നത് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിനകത്ത് ആദ്യത്തെ 3 അതായത് നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം, അത് 3 അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആൻഡ് ഡയറി ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് നീല വിപ്ലവം എന്ന് പറയുന്നത് ഫാമിംഗ് ഓഫ് ഫിഷ് ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അതായത് മത്സ്യസമ്പത്ത് വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം, ഒരു ഡെവലപ്മെന്റൽ പ്രോഗ്രാമാണ് നീല വിപ്ലവം അഥവാ ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ധവള വിപ്ലവമാണ്. നമുക്കറിയാം ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതായത് ക്ഷീര വിപ്ലവം എന്നാണ്
അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ മിൽക്ക് അഥവാ പാലുൽപ്പന്നങ്ങൾ അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡബിൾ വിപ്ലവം. അടുത്തത് ഹരിത വിപ്ലവമാണ് അഥവാ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചൊരു ഇതാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് നോക്കാം, HYV സീഡ്സിന്റെ ഉപയോഗം ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്. അതായത് ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് ഉപയോഗിക്കുക, അതുപോലെ മോഡേൺ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, മെഷീൻസ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമായിട്ടും ഗോതമ്പ്, അരി എന്നിവയുടെ ഉൽപാദനം കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പ്രോഗ്രാമാണ് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇതും മൂന്നിൽ നിന്നും നേരെ വിപരീതമായിട്ട് നമുക്കറിയാം, ഈ മൂന്നും ഫാമിംഗ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ചില പ്രോഗ്രാംസ് ആണ്. എന്നാൽ ഓറഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ഉക്രൈനിൽ 2004-2005 വർഷത്തില് അവിടുത്തെ ഗവൺമെന്റ്, ന്യൂലി എലക്ടഡ് ഗവൺമെന്റിനെതിരെ നടന്ന ഒരു സീരീസ് ഓഫ് പ്രൊട്ടസ്റ്റിനെയാണ് ഓറഞ്ച് വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് ഓറഞ്ച് വിപ്ലവമാണ്. ആദ്യത്തെ മൂന്നും, നീല വിപ്ലവം അഥവാ ബ്ലൂ റെവല്യൂഷനും, ഡബിൾ വിപ്ലവം അഥവാ വൈറ്റ് റെവല്യൂഷനും, ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് മൂന്നും ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് നീല വിപ്ലവം എന്ന് പറയുന്നത് ഫിഷ് ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സിന്റെ ഡെവലപ്മെന്റ്, ധവള വിപ്ലവം എന്ന് പറയുന്നത് ഡയറി പ്രൊഡക്ട്സിന്റെ ഡെവലപ്മെന്റ്, ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്. അതിനകത്ത് നാലാമത്തെ ഓറഞ്ച് വിപ്ലവം, അത് ഒരു സീരീസ് ഓഫ് പ്രൊട്ടസ്റ്റ് ആണ്. അതായത് ഉക്രൈനിൽ നടന്ന ഒരു സീരീസ് ഓഫ് സമരം, അത് നമുക്ക് പറയാം സിവിൽ വാർ എന്ന് പറയാം. അതായത് അവിടുത്തെ ന്യൂലി ഫോംഡ് ആയിട്ടുള്ള ഗവൺമെന്റിന് എതിരെ 2004-2005 വർഷത്തിൽ നടന്ന സമരങ്ങളെയാണ് ഓറഞ്ച് വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. വിക്രം എ സാരാഭായ്, ഡോക്ടർ വിക്രം എ സാരാഭായ്, ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ CV രാമൻ, ഡോക്ടർ ചന്ദ്രശേഖർ. ഓക്കെ, നമ്മൾ ഈ 4 പേരും ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അവരുടെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനകത്ത് ആദ്യത്തെ നമുക്ക് നോക്കാം. ഡോക്ടർ വിക്രം എ സാരാഭായ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത്. അതായത് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ വിക്രം എ സാരാഭായ് ആണ്. ഓക്കെ, അടുത്തത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. നമുക്കറിയാം APJ അബ്ദുൽ കലാം എന്ന മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ മിസൈൽ ടെക്നോളജി ഡെവലപ്പ് ആകാനായിട്ട് പ്രധാന കാരണക്കാരനായ വ്യക്തി എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. CV രാമനാണ്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം, ഫിസിക്സിലുള്ള അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് 1930 നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ആ കണ്ടുപിടുത്തത്തിന് അറിയപ്പെടുന്ന രാമൻ എഫക്റ്റ് എന്നാണ്. അതായത് ലൈറ്റ് സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്, വെളിച്ചവുമായിട്ട് ബന്ധപ്പെട്ട, അതിന്റെ സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. അതിന് പറയപ്പെടുന്ന പേര് രാമൻ എഫക്റ്റ്. അതിനെ പൊതുവെ അറിയപ്പെടുന്നത് രാമൻ എഫക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പം അതാണ് CV രാമന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അടുത്ത ഡോക്ടർ ചന്ദ്രശേഖറാണ്. അദ്ദേഹവും ഒരു ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടിയ 1983 ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടിയതാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് സ്റ്റാർസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. അതായത് നക്ഷത്രങ്ങളുടെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ചന്ദ്രശേഖർ ലിമിറ്റ് എന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ 4 വ്യക്തികളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. ഇപ്പം ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് വിക്രം എ സാരാഭായ് ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. അപ്പം നമുക്കറിയാം, ആദ്യകാല മനുഷ്യ സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, സിവിലൈസേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അതുപോലെ തന്നെ നമ്മൾ മറ്റ് ചില സിവിലൈസേഷൻസിനെ കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ചൈനീസ് സിവിലൈസേഷൻ, അതുപോലെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ലോകത്തുണ്ടായിരുന്ന ആദ്യകാല സിവിലൈസേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ചില സ്റ്റേറ്റ്മെന്റ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ശരി എന്നതാണ് ചോദ്യം. നൈൽ നദീതടങ്ങളിലാണ് വികസിച്ചത്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് വിതേരിയൻ സംസ്കാരമാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റ് നിധികളും കൊണ്ട് നിറച്ചിരുന്നു. ഓക്കെ, നമുക്കറിയാം ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി എന്ന്. നമുക്കറിയാം, ആദ്യത്തേത് നൈൽ നദി തടങ്ങളിലാണ് വികസിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈജിപ്ഷ്യൻ സംസ്കാരം ഡെവലപ്പ് ചെയ്തത് ഈജിപ്തിലെ നൈൽ നദി, ഈജിപ്തിലെ ഏറ്റവും വലിയ നദികൾ ഒന്നാണ് നൈൽ നദി എന്ന് പറയുന്നത്. ഈ നൈൽ നദിയുടെ തീരത്ത് തന്നെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത്
എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ രണ്ടാമത്തത്, ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. നമുക്കറിയാം ഇന്ന് നിലനിൽക്കുന്നതിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ തെളിവുകൾ ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ തെളിവുകളാണ് പിരമിഡുകൾ എന്നത്. നമുക്കറിയാം എന്താണ് പിരമിഡ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ഗിസയിലെ പിരമിഡ് ഏറ്റവും വലിയ പിരമിഡ് ആണ്. അത് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്ന ഒന്നാണ് ഗിസയിലെ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പം ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒന്നാണ് ഗിസയിലെ പിരമിഡുകൾ. ഓക്കെ, അപ്പം ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പിരമിഡുകൾ എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ സ്ട്രക്ചർ ആണ് അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അതിലുപരി അത് അന്നത്തെ അവിടുത്തെ ഭരണാധികാരികളുടെ ഫറവോമാരുടെ ബോഡി അടക്കം ചെയ്തിരുന്ന സ്ഥലമാണ് പിരമിഡ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലാണ് ഫറവോമാരുടെ ബോഡി അടക്കം ചെയ്തിരുന്ന മമ്മിഫൈ ചെയ്ത് ഇന്നും നമുക്ക് മമ്മീസ് ആയിട്ട് അതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണ്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങൾ ഏറ്റവും വലുത് ബെദേരിയൻ സംസ്കാരമാണ്. അപ്പൊ നമുക്കറിയാം നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഹാരപ്പൻ അല്ലെങ്കിൽ മൊഹൻജാദാരോ ഉള്ള ഏരിയാസ് ഉണ്ട്. അപ്പൊ ഇത് എന്ന് പറഞ്ഞ പോലെ തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ബെദേരിയൻ സംസ്കാരം തന്നെയാണ്. അപ്പം ആ സ്റ്റേറ്റ്മെന്റും ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തത്, പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. നമുക്കറിയാം പുരാതന ഈജിപ്തിലെ പ്രധാനപ്പെട്ട ശവകുടീരങ്ങൾ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് പിരമിഡുകൾ തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, പിരമിഡുകൾ അവിടുത്തെ ഫറവോമാരും അവരുടെ പത്നിമാരെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭരണാധികാരികളെ അടക്കിയിരുന്ന ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ശരീരങ്ങളെ അത് മമ്മിഫൈ ചെയ്തത്, അതായത് ചില സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ട് മമ്മിഫൈ ചെയ്ത്, അതോടൊപ്പം തന്നെ നമ്മൾക്കറിയാം ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് മരണാനന്തര ജീവിതം എന്നൊരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുപയോഗിച്ചിരുന്ന വസ്തുവകകളെല്ലാം അവരുടെ മൃതദേഹത്തോടൊപ്പം അടക്കം ചെയ്യുന്ന ഒരു രീതി കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈജിപ്തിലെ ഈ ഭരണാധികാരികളുടെ ഡെഡ് ബോഡിയോടൊപ്പവും അവര് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, അതുപോലെ മറ്റ് പ്രീഷ്യസ് സ്റ്റോൺസ് എല്ലാം അവർ ഉൾക്കൊള്ളിച്ചിരുന്നു. അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പം ഇതിനകത്ത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. പ്രസ്താവന 1, 2, 3, 4 ശരിയാണ്. അതായത് 4 പ്രസ്താവനകളും ഈ ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് ഉള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പം അതാണ് അടുത്ത ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുമായി മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാരപ്പൻ നാഗരികത എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹാരപ്പൻ നാഗരികതയെ നമ്മൾ പൊതുവെ പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന, അതായത് സിന്ധു നദീതട സംസ്കാരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പം അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരം. നമുക്കറിയാം ഈ ഹാരപ്പൻ സിവിലൈസേഷൻ അതല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം ഡിക്ലൈൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നത് ആര്യൻ ഇൻവേഷൻ ആണ്. അതായത് ആര്യന്മാര് ഈ പ്രദേശങ്ങളിൽ എത്തുകയും ഇൻഡസ് ജനതയെ അവര് കൊന്നൊടുക്കുകയും ചെയ്തു എന്നാണ് ഒരു തിയറി ഉള്ളത്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. ചില തെളിവുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്റ്റോറിയൻസും ആർക്കിയോളജിസ്റ്റും കണ്ടെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സിന്ധു നദീതട സംസ്കാരത്തിന് ശേഷം ഡെവലപ്പ് ആകുന്ന ഒരു സിവിലൈസേഷൻ ആണ് ആര്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം അടുത്തത് വൈദിക നാഗരികത, അതായത് വേദിക് സിവിലൈസേഷൻ എന്ന് പറയുന്നതാണ്. നമുക്കറിയാം ആര്യൻ പീരീഡിൽ ഡെവലപ്പായി അല്ലെങ്കിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന് അറിയപ്പെടുന്നതാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം 4 വേദങ്ങളുണ്ട്. ഋഗ്വേദം, അഥർവവേദം, സാമവേദം, യജുർവേദം, അങ്ങനെ 4 വേദങ്ങളുണ്ട്. ഈ വേദങ്ങൾ രചിക്കപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന ആര്യൻ പീരിയഡിലാണ്. അപ്പം ഏകദേശം വൈദിക നാഗരികതയും ആര്യൻ നാഗരികതയും ഏകദേശം ഒന്ന് തന്നെയാണ്. ആര്യൻ സിവിലൈസേഷനും അല്ലെങ്കിൽ വേദിക് സിവിലൈസേഷനും ഒന്ന് തന്നെയാണ്. അത് സിന്ധു നദീതട സംസ്കാരം ഉടലെടുത്തതിന് ശേഷമാണ് ഇത് ഡെവലപ്പ് ആകുന്നത്. അപ്പം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവയെല്ലാം, എന്തായാലും ഇവയെല്ലാം അല്ല. കാരണം ഇത് മൂന്നും ഇതിനകത്ത് സിന്ധു നദീതട സംസ്കാരം ആദ്യം ഉടലെടുത്തതും അതിനുശേഷം വരുന്നതാണ് ആര്യൻ നാഗരികത അല്ലെങ്കിൽ വൈദിക നാഗരികത അല്ലെങ്കിൽ വേദിക് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ശരിയായ ഉത്തരം, അതായത് ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരം എന്നതാണ്, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നു. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ഫോം ചെയ്തിരിക്കുന്നത് ഇൻഡസ് റിവറിന്റെ അഥവാ സിന്ധു നദിയുടെ തീരത്താണ്. അതുകൊണ്ടാണ് ഇതിനെ സിന്ധു നദീതട സംസ്കാരം അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ നമുക്കറിയാം ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹാരപ്പയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്
ഹാരപ്പയാണ് ഡെവലപ്ഡ് സിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഹാരപ്പയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഏകദേശം 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കണ്ടു. ഞാൻ ഇതിന് മുമ്പ് ഉള്ള വീഡിയോസിൽ ചെയ്ത പോലെ തന്നെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും പറഞ്ഞു പോവുകയല്ല ചെയ്തിട്ടുള്ളത്. ഓരോ ഓപ്ഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്ത് അതിൻ്റെ ഒരുപാട് പോയിന്റ്സ് നമ്മൾ പഠിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ 10 ചോദ്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ 10 ചോദ്യങ്ങളും അല്ല നമുക്ക് പഠിക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും ഈ 10 ചോദ്യങ്ങളിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 10 ചോദ്യങ്ങൾക്കും കൂടി ഏകദേശം 40 ഓപ്ഷൻസ് ഉണ്ട്. ആ 40 ഓപ്ഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഏകദേശം 40 ചോദ്യവും അല്ലെങ്കിൽ അതിൽ അധികം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. 10 ചോദ്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ എങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ ആരാണോ ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നത് അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ എഴുതി അറിയിക്കുക. എന്തെങ്കിലും ബെറ്റർമെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ എഴുതി അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനിയും അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു.